നമസ്കാരം. ഉത്തരേന്ത്യയിൽ ഒരു കലാപം, മതങ്ങൾ തമ്മിലുള്ള കലാപം അതേത് സമയത്ത് വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെടാം. സാഹചര്യങ്ങൾ എല്ലാ നിയന്ത്രണത്തിനും അതീതമാകാം. ഐ ലവ് മുഹമ്മദ്, ഞാൻ മുഹമ്മദിനെ സ്നേഹിക്കുന്നു എന്ന് പ്ലക്കാർഡുമായിട്ട് ഒരു കൂട്ടം ആളുകൾ, അതിന് കൗണ്ടറായിട്ട് ഐ ലവ് മഹാദേവ എന്ന് പറഞ്ഞ് വേറൊരു കൂട്ടം ആളുകൾ. ഇവർ വലിയ രൂപത്തിൽ രണ്ടുപേരും ജയ് വിളിച്ചുകൊണ്ട്, മഹാദേവനും മുഹമ്മദിനും ജയ് വിളിച്ചുകൊണ്ട് കയ്യിൽ പ്ലക്കാർഡുകളും പിടിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി വേണ്ടത് ഒരു തീപ്പൊരി, അത് മതി. നമസ്കാരം. നവരാത്രി, വിജയദശമി എല്ലാം വരാൻ പോവുകയാണ്. RSSന്റെ 100ാം വാർഷികം അതിൻ്റെയും സമയമായിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ എന്നറിയില്ല. ഇപ്പോൾ അവിടെ ചേരി തിരിഞ്ഞു നിന്നുകൊണ്ട് ഒരു കൂട്ടം മുസ്ലിങ്ങളും ഒരു കൂട്ടം ഹിന്ദുക്കളും, പ്രത്യേകം ശ്രദ്ധിക്കുക, മുസ്ലിങ്ങളും ഹിന്ദുക്കളും അല്ല കേട്ടോ, ഒരു കൂട്ടം മുസ്ലിങ്ങളും ഒരു കൂട്ടം ഹിന്ദുക്കളും. അവരുടെ കയ്യിൽ, ഒരു കൂട്ടം ആളുകളുടെ കയ്യിൽ അവർ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് ഐ ലവ് മുഹമ്മദ് എന്നെഴുതിയ കാർഡുകളാണ്. വേറൊരു കൂട്ടന്മാർക്ക് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് ഐ ലവ് റാം, ഐ ലവ് മഹാദേവ എന്നുള്ളതാണ്. ഈ രണ്ട് കൂട്ടർക്കും തെറ്റിപ്പോയി കേട്ടോ. കാരണം ഭക്തി ആന്തരികമാണ്. ആധ്യാത്മികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം ആന്തരികമെന്നാണ്. ഭക്തി ആന്തരികമാണ്, അത് പ്രദർശിപ്പിക്കാനുള്ളതല്ല. പലപ്പോഴും ക്രിസ്ത്യൻ ആളുകൾ കാണിച്ചു കൂട്ടുന്നത് കണ്ടിട്ടുണ്ട്. അവർ ചില ഈ ഫുൾ ടൈം വർക്കേഴ്സ് ഉണ്ട് ഇവരുടെ. അവരൊരു ഷർട്ടിൻ്റെ പോക്കറ്റിൻ്റെ മുമ്പിൽ ഹാർട്ടിൻ്റെ ഭാഗത്തായിട്ട് എഴുതിയിരിക്കും ഐ ലവ് ജീസസ് ക്രൈസ്റ്റ്, ഐ ലവ് ജീസസ് ക്രൈസ്റ്റ്, അതൊക്കെ എഴുതി വയ്ക്കും. കാറുകൾ അത് മാല തൂക്കിയിടും, കുരിശിൻ്റെ മാല. അപ്പോൾ പിന്നെ അത് മുസ്ലിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അവർ ഹദീസുകൾ ഒരു CD പോലെ ഉണ്ടാക്കിയിട്ട് അതിന് തൂക്കിയിടും. ഇത് കണ്ട് ഹിന്ദു പറഞ്ഞിരിക്കില്ലല്ലോ, അവർ ഓംകാരം തൂക്കിയിടും. ഇതൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ലാഭം, അത്രേ ഉള്ളൂ. ഇതൊന്നും പ്രദർശിപ്പിക്കാനുള്ളതല്ല. പക്ഷെ ഈ ചേരിതിരിവ് ഓരോ ദിവസം കൂടുന്തോറും ഈ ചേരിതിരിവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചേരികൾ തമ്മിലുള്ള അകലമല്ല കൂടുന്നത്. അത്ര അകലം കൂടിയിരുന്നെങ്കിൽ വിഷമമുണ്ടായിരുന്നില്ല. മാനസികമായിട്ട് അകലം കൂടുന്നു, ശാരീരികമായിട്ട് അടുപ്പവും. അതാണ് അപകടം. അങ്ങനെയാണ് ഏറ്റുമുട്ടലിൻ്റെ പാതയിലേക്ക് എത്തിച്ചേർന്ന് നിൽക്കുന്നത് ഇപ്പോൾ ഉത്തരേന്ത്യയിൽ. എന്താണ് ഈ ഐ ലവ് മുഹമ്മദ്? എവിടെയാണ് അത് തുടങ്ങി വെച്ചത്? ഇനി അതിൻ്റെ കോൺസിക്വൻസ് എന്തായിരിക്കും? എന്താണെങ്കിലും നമുക്കത് പ്രശ്നമല്ല. കാരണം നമ്മൾ കേരളത്തിലാണല്ലോ. നമുക്കത് പ്രശ്നമല്ല അല്ലേ? ആണോ? ആണോ? നമുക്കും പ്രശ്നമാണ്. കാരണം എവിടെയെങ്കിലും ഒരു ചെറിയ പൊട്ടിത്തെറി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ അനുരണനങ്ങൾ കേരളത്തിലേക്കും എത്തുന്നുണ്ട്. നല്ല രൂപത്തിൽ തന്നെ എത്തുന്നുണ്ട്. കേരളത്തിലെ TV ചാനലുകൾ തുറന്നാൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മേളനം എന്നിത്യാദി കാര്യങ്ങൾ, ഇപ്പോൾ നടന്ന അയ്യപ്പ സംഘം അടക്കമെല്ലാം എല്ലാത്തിലും കൊണ്ട് തിരുകാൻ ശ്രമിക്കുന്നുണ്ട്. ആരൊക്കെയോ ഏതൊരു ഗൂഢശക്തികൾ മതത്തെ തിരുകാൻ ശ്രമിക്കുന്നുണ്ട്. ഏതൊരു പ്രസംഗത്തിൻ്റെ ഇടയിലും
പുട്ടിന് പേരിടുന്ന പോലെ മതേതരം, മതേതര ജനാധിപത്യം, മതേതരം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഓരോരുത്തരുടെ മനസ്സിലും ഫ്രോസൻഡ് ഫോമിൽ മതമുണ്ട് എന്നുള്ളതാണ് സത്യം. അവനവൻ്റെ മതം അവനവന് മറ്റുള്ളവരുടെ മതത്തെ അവനവൻ്റെ മതത്തെ പോലെ സ്നേഹിക്കുക, ആദരിക്കുക എന്നിത്യാദി കാര്യങ്ങൾക്കൊന്നും വലിയ അർത്ഥമില്ല. കാരണം മതങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, ജാതികൾ തമ്മിലുള്ള സ്നേഹമുണ്ടല്ലോ, അത് നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. 1-ാം ക്ലാസ് പഠിച്ചിട്ട് പിന്നെ 10-ാം ക്ലാസ്സിൽ എത്തിയാൽ മതി. അതല്ലേ ശരി? ആണോ? ക്രിസ്ത്യാനിറ്റിക്കകത്ത് നോക്കുകയാണെങ്കിൽ ഞാനൊരിക്കൽ മറയൂര് പോയ സമയത്ത് അവിടെ ഒരു വീടിനകത്ത് കൊട്ടും വാദ്യവും കേട്ടു. ഞാൻ അവിടെ നോക്കി, അവിടെ ചില കല്ലുകൾ പാകിയിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ എന്ത് ശില എന്നോ അങ്ങനെ എന്തൊരു അതുണ്ട്. അവിടെ പണ്ടത്തെ ആൾക്കാർ താമസിച്ചിരുന്നതെന്നാണ് പറയുന്നത്. അത് കാണാൻ പോയ സമയത്താണ് മുനിയറകൾ അത് കാണാൻ പോയ സമയത്താണ് ഈ ഇവരുടെ കൊട്ടും വാദ്യം കേട്ടത്. ഞാൻ ഇവർ എത്തിച്ചു നോക്കി. അവർ ചിരിച്ചു, സന്തോഷിച്ചു. അതിലൊരാൾ പുറത്തേക്ക് വന്നു, കയറിയിരിക്കുമെന്ന് പറഞ്ഞു. അവരുടെ പ്രാർത്ഥന അവസാനിപ്പിച്ച സമയത്ത് അവരെൻ്റെ അടുത്ത് വന്നു. ചായ ആണോ കാപ്പിയാണോ ചോദിച്ചു. അത് കഴിക്കാൻ ആ സമയത്ത് അവർ പറഞ്ഞു, ഇത് ഞങ്ങളുടെ ഒരു പെന്തക്കോസ്റ്റ് അസംബ്ലിയാണത്രേ. എന്തോ അതിൻ്റെ വാക്കുകൾ പറഞ്ഞു. അപ്പം ഇതിൽ എത്ര പേരുണ്ടത്? ആഗോളമല്ല, ഒന്നുമല്ല, അഖിലേന്ത്യയല്ല, കേരളമല്ല, അഖില ഇടുക്കിയുമല്ല, മറയൂര് ഈ കാണുന്ന 4 വീടുകൾ അത് കൂടിയിട്ടുള്ളൊരു മതമാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. 26,000-ഓളം അവാന്തര വിഭാഗങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു ക്രിസ്ത്യാനിറ്റിയിലെന്നാണ് പറയുന്നത്. മാത്രമല്ല, അദ്ദേഹം പറയുന്ന സമയത്ത്, ഈ പ്രാർത്ഥന കഴിഞ്ഞ് അദ്ദേഹം പറയുന്ന സമയത്ത് തൊട്ടപ്പുറത്തുള്ള പെന്തക്കോസ്റ്റുകാരും അവരുടെ കാര്യം, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ അവിടെയുള്ള പള്ളിയുടെ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിന് പുച്ഛവും പരിഹാസവും വെറുപ്പും അറപ്പുമാണ്. ഇവരവരോട് സഹകരിക്കില്ല, അവരിവരോടും സഹകരിക്കില്ല. പിന്നെ അവിടെ കാണാം, പള്ളികൾ തമ്മിലുള്ള അടി നമ്മൾ കാണുന്നുണ്ടല്ലോ. എറണാകുളം ഡയോസിസിലോ മറ്റോ അങ്കമാലി അവിടെ നടക്കുന്ന അടി നമ്മൾ കാണുന്നുണ്ടല്ലോ. ഓർത്തഡോക്സ്, ജാക്കോബൈറ്റ്സ്. കോട്ടയം സഭ പറഞ്ഞ് ഞങ്ങൾ നേരിട്ട് അവിടുന്ന് ജ്ഞാനായ തൊമ്മൻ വന്നുണ്ടാക്കിയതാണ് ഞങ്ങളെ, അത് ആ ഒരു രക്തത്തിലുള്ളതാണ്. ഞങ്ങളിവിടെ വേറെ ഒന്നിനും തൊട്ട് കൂട്ടിയിട്ടില്ല, ഞങ്ങളാണ് ഒറിജിനൽ സാധനങ്ങൾ. പിന്നെ കത്തോലിക്കുകാരുണ്ട്, ഒരുപാടുണ്ട്. നമുക്കത് എനിക്ക് എണ്ണി തിട്ടപ്പെടുത്താനൊന്നും അതിൻ്റെ പേരൊന്നും അറിയില്ല. നമുക്കെല്ലാം കൂടി ക്രിസ്ത്യാനിയെന്നേ അറിയുള്ളൂ. ഇതുപോലെ മുസ്ലിമിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, മുജാഹിദിന് ജമായത്ത് ഇസ്ലാമിയെ കണ്ടുകൂടാ, ജമായത്ത് ഇസ്ലാമിക്ക് മുജാഹിദിനെ കണ്ടുകൂടാ. ഏതെങ്കിലും ഒരാൾ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചു, അദ്ദേഹം എൻ്റെ സുഹൃത്താണ്, ഒരു മുസ്ലിം, ഉടനെ തന്നെ അപ്പുറത്ത് പറയും, നീ അപ്പോൾ വഹാബിയാണല്ലേ, എടാ ചാമി, അപ്പം നീ വഹാബി. എനിക്കിത് ഒന്നും അറിയില്ല വാസ്തവത്തിൽ. ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്, മേലോട്ട് ഒഴിയാൻ പറ്റില്ല, കീഴോട്ട് ഒഴിയാൻ പറ്റില്ല. അവിടെയുണ്ട് ഗ്രൂപ്പുകളല്ല, ജാതികൾ തന്നെയുണ്ട്. ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എ ഗ്രൂപ്പ്, ഐ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ്സിൽ ഗ്രൂപ്പുകളുണ്ടല്ലോ. പക്ഷെ അവർ തമ്മിൽ വിവാഹബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, രാഷ്ട്രീയത്തിലുള്ള ഗ്രൂപ്പുകൾ. പക്ഷെ അതുപോലെയാണെന്നാണ് വിചാരിച്ച ഗ്രൂപ്പുകൾ എന്ന് വിചാരിച്ച ഗ്രൂപ്പുകളല്ല. മുസ്ലിങ്ങൾക്കകത്ത് ജാതികളാണ്, അവരും തമ്മിൽ കണ്ടുകൂടാ, വഴിമാറി നടക്കുന്നൊരു സാഹചര്യമാണ് അവിടെയുള്ളത്. അപ്പം അതാണ് ആദ്യം ശരിയാക്കേണ്ടത്. മതസൗഹാർദ്ദവും മതേതരവും അതിനു മുമ്പ് ജാതീയതര, അതാണ് ആദ്യം ഉണ്ടാക്കേണ്ടത്. ഹിന്ദുവിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല കേട്ടോ, ഹിന്ദുവിൻ്റെ കാര്യം പറയാനൊന്നുമില്ല. അവരും അതിന് ഡിമാൻഡ് വെക്കുന്നില്ല. കാരണം അവിടെ ഈഴവൻ, നായരിൽ തന്നെ നല്ല നായരുണ്ട്, ചെവിയിൽ പൂടെയുള്ള നായർ, ഇല്ലത്തെ നായർ, വെള്ളായ്മ, വട്ടേക്കാടൻ അവരെ കണ്ടുകൂടാ, ചീര്യൻ ഇവരെ കണ്ടുകൂടാ. 7 തരം നായന്മാരുണ്ട് ഒരു ഗ്രൂപ്പ്. അങ്ങനെ 4 ഗ്രൂപ്പുകളുണ്ട്. ഇവിടെ എൻ്റെ കയ്യിൽ അതിൻ്റെ ഡീറ്റെയിൽ ഇരിക്കുന്നുണ്ട്. അപ്പം തന്നെ എത്ര 7 4 28ആയി. 28 തരം നായന്മാരുണ്ട്. അധകൃത നായന്മാർക്ക് മുണ്ടലക്കാനുള്ള ആളുകളെ വേലന്മാരെന്ന് പറയുമ്പോൾ, മേൽകൃത നായന്മാർക്ക് മുണ്ടലക്കാൻ പോകുന്നൊരു വെളത്തേടന്മാരാ.
ഇങ്ങനെ അവർ തമ്മിൽ കണ്ടുകൂടാ. ഞങ്ങളങ്ങ് വെള്ളായ്മകളാണേ. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ പച്ചയ്ക്ക് പറയാം, നമ്പൂതിരിമാരുടെ കൂടെ രാത്രി ചെന്ന് കിടക്കാൻ അവകാശമുള്ള നായർ വിഭാഗത്തെയാണ് വെള്ളായ്മ എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ അതൊന്നും ഇല്ല. കയ്യിൽ പൈസ ഉള്ളവൻ വെള്ളായ്മ, അതില്ലാത്തവൻ കറുപ്പായ്മ, അങ്ങനെയായി മാറിയിട്ടുണ്ട്. പറഞ്ഞു പോലെ ജാതികൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല, അടിയാണ്. അപ്പോൾ പിന്നെ മതേതരവും മതസൗഹാർദ്ദവും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? മതസൗഹാർദ്ദ സമ്മേളനം വിളിക്കുന്നു, ഹിന്ദു മുസ്ലിം മതസൗഹാർദ്ദ സമ്മേളനം. അപ്പോൾ ഹിന്ദുക്കളുടെ ഇടയിൽ നിന്ന് ആരെയാണ് വിളിക്കേണ്ടത്? ഒരാളെ വിളിച്ചു, ഹിന്ദു നേതാവിനെ വിളിച്ചു. ആരെ? സുകുമാരൻ നായരെ വിളിച്ചു. ഉടനെ തന്നെ അപ്പുറത്തുള്ള ആൾക്കാർ പറഞ്ഞു അയാളെ വിളിച്ചാണ് ഞാൻ വരില്ല. ആയതുകൊണ്ട് തന്നെ ഇവിടെ മതസൗഹാർദ്ദമൊന്നും നടക്കാൻ പോകുന്നില്ല. ആ സൗഹാർദ്ദമില്ലാത്തൊരു സാഹചര്യം തുടരട്ടെ എന്ന് വെച്ചാൽ അതിനും അനുവദിക്കില്ല. മതസൗഹാർദ്ദം ഒരു കുഴപ്പമില്ല, അങ്ങനെ നടക്കട്ടെ. മതസൗഹാർദ്ദം ഇല്ലായ്മയാണെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ നടക്കട്ടെ. അവൻ അവിടെ പോയി താമസിക്കും, ഇവിടെ താമസിക്കട്ടെ. അവൻ്റെ കിണറ്റിൽ ഞാൻ വെള്ളം കോരില്ല, എൻ്റെ കിണറ്റിൽ അവൻ വെള്ളം കോരണ്ട, അവൻ്റെ അമ്പലത്തിൽ ഞാൻ പോവില്ല, ഇവൻ്റെ അമ്പലത്തിൽ അവൻ വരണ്ട, ആയിക്കോട്ടെ, പ്രശ്നമില്ലല്ലോ. പക്ഷേ ഇപ്പോൾ ഉത്തരേന്ത്യയിൽ നടക്കുന്നത് നടന്നു വലിയൊരു കലാപത്തിന് തിരികൊളുത്തിയ അവസ്ഥയാണ് അവിടെയുള്ളത്. മതങ്ങൾ തമ്മിൽ മുഖാമുഖം നോക്കി നിൽക്കുകയാണ് അവിടെ. മതസൗഹാർദ്ദമില്ല പോട്ടെ, മതസംഘർഷം ഉടലെടുത്തിരിക്കുകയാണ് അവിടെ. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, തെലങ്കാന, മഹാരാഷ്ട്ര, ആ ഒരു ഏരിയ അവിടെ ഉൾപ്പെടെയുള്ള നിരവധി സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ മുസ്ലിം സമൂഹത്തിൻ്റെ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്, പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഉന്നാവോ, വളരെ പ്രശസ്തമായിട്ടുള്ള സ്ഥലമാണല്ലോ, ഉന്നാവോ, ബറേലി, റായ്ബറേലി, കൗശാംബി, ലക്നൗ, മഹാരാജ്ഗഞ്ച്, കാശിപ്പൂർ, ഹൈദരാബാദ് തുടങ്ങിയ നഗരങ്ങളിൽ വലിയ റാലികളാണ്. എല്ലാവരുടെ കയ്യിലും ഈ പ്ലക്കാർഡുണ്ട്, ഐ ലവ് മുഹമ്മദ്. ആവേശം കൊണ്ടാണല്ലോ വരുന്നത്. ആവേശം കൂടി വരുമ്പോൾ കുറഞ്ഞു പോകുന്നൊരു സാധനമുണ്ട്, വിവേകം കുറഞ്ഞു വരും. അതങ്ങനെയാണ്. അവിടെ പ്രകടനം നടന്ന സമയത്ത് പ്രകോപനാത്മകമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ വേറെ, പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടൽ വേറെ. സെപ്റ്റംബർ 4 കാൺപൂരിലാണ് ഇത് ആരംഭിച്ചത്. അവിടെ ഒന്ന് നബിദിന ഘോഷയാത്രയ്ക്കിടയിൽ കാൺപൂരിലെ റാവത്ത്പൂരിലാണ് ഇതിൻ്റെ തുടക്കം. ഈദി മിലാദുൻ നബി, അതായത് നബി തിരുമേനി ജനിച്ച സമയം. അതിലെ ഘോഷയാത്രയുടെ പാതയിൽ ഒരു സംഘം ഐ ലവ് മുഹമ്മദ് എന്ന ബാനർ സ്ഥാപിച്ചു. ബറ വഫാത്ത് ആഘോഷങ്ങളായിട്ട് പരമ്പരാഗതമായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലത്ത് പുതിയ ആചാരം അവതരിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇങ്ങനെ എവിടെയും കണ്ടിട്ടില്ല. ഒന്നാമത് ഇസ്ലാമിൻ്റെ രീതി അനുസരിച്ച് മുഹമ്മദ് അവർക്ക് ദൈവവുമല്ല, മുഹമ്മദിനെ സ്നേഹിക്കാനേ പാടുള്ളൂ. അതും പരസ്യമായിട്ട്, അതുമായിട്ട് ഒരു ലിംഗവും പുറത്തേക്ക് വരാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ രൂപമോ ഭാവമോ അദ്ദേഹത്തിൻ്റെ പേര് പോലും അനാവശ്യമായിട്ട് ഉച്ചരിക്കരുത്. കാരണം അവിടെ ഒന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം അടിമകളാണ്. ആരാണ് ഈ മുഹമ്മദ് എന്ന് ചോദിക്കാം. മുഹമ്മദ് അടിമയാണ്, ഞാനും അടിമയാണ്, നിങ്ങളും അടിമയാണ്, നമ്മളെല്ലാം ഒരേപോലെയാണ്. ദൈവം ഒന്നേ ഉള്ളൂ. അവിടേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ നയിക്കേണ്ടത്. എങ്കിൽ പോലും മഹത്തായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്ന ആളുകളെ നമ്മൾ സ്നേഹിക്കാറുണ്ട്, ആദരിക്കാറുണ്ട്, ആരാധിക്കാറില്ല. പക്ഷെ ഇവിടെ ഇത് വരുന്ന സമയത്ത് ഇതിൻ്റെ തന്നെ ആളുകൾ പറയുകയാണ്, മുസ്ലിങ്ങൾ പറയുകയാണ്, ഇവിടെ അസ്തപ്രജ്ഞമായിട്ട് പോകുന്ന സങ്കല്പം അള്ളാഹുവിൻ്റെതാണ്. ഇത് ക്രിസ്ത്യാനിറ്റിക്ക് സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ മീഡിയേറ്ററായിരിക്കുന്ന, ഗുരുവായിരിക്കുന്ന കർത്താവായ ജീസസ് ക്രൈസ്റ്റിനെ അവർ പൊക്കിക്കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ എന്തായി? യഹോവ എന്നുള്ള സങ്കല്പം അവിടെ മാഞ്ഞു പോയി എന്നുള്ളതാണ് സത്യം. യഹോവ ഇല്ല.
ഇപ്പൊ പുണ്യാളന്മാരാണ് കൂടുതൽ. യേശുക്രിസ്തുവിന്റെ പള്ളി, മറിയത്തിന്റെ പള്ളി, സെബസ്റ്റ്യാനോസിന്റെ പള്ളി, സെന്റ് അഗസ്റ്റിന്റെ പള്ളി, മാത്രമല്ല കൂടുതൽ ദൈവങ്ങളെ സൃഷ്ടിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അവർക്കൊക്കെ പള്ളികളുണ്ട് അവിടെ ചെയ്യുന്നത്. അവിടെ നിന്ന് തേഞ്ഞ് മാഞ്ഞ് പോയത്, പരിപൂർണമായിട്ടില്ലാതെ പോയത് യഹോവ സങ്കല്പമാണ്. അവിടേക്കാണ് ഇസ്ലാം പതുക്കെ അടിവെച്ച് നീങ്ങുന്നത് എന്ന് വേണം കരുതാൻ എന്നാണ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്. അവിടെയും അള്ളാഹു സങ്കല്പത്തിൻ്റെ ഒപ്പം ചരിച്ച് ഇനി അള്ളാഹു സങ്കല്പത്തിൻ്റെ മേലേക്ക് പോകുന്നൊരവസ്ഥയാണ് ഉള്ളത്. മുഹമ്മദ് എന്ന സങ്കല്പമല്ല, മുഹമ്മദ് എന്ന് പറയുന്ന ആചാര്യ സ്വരൂപത്തിൻ്റെ മഹത്വം. പരമ്പരാഗതമായിട്ട് ഇതൊന്നും എവിടെയും ഉപയോഗിക്കുന്നില്ല. സൗദി അറേബ്യയിലോ അല്ലെങ്കിൽ മുസ്ലിം കൺട്രികളിലോ എവിടെയും ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞൊരു സാധനമില്ല. ഇവിടെ നമ്മൾ ഹിന്ദുക്കൾ ആരെങ്കിലും പറയാറുണ്ടോ ഐ ലവ് ബ്രഹ്മ, ഐ ലവ് വിഷ്ണു, ഐ ലവ് ശിവ എന്ന് പറയാറില്ല. ശംഭോ മഹാദേവ. കൃഷ്ണനോട് പോയിട്ട് നമ്മൾ എന്താ പറയുക? പാഹിമാം, ഞങ്ങളെന്ന് രക്ഷിച്ചാലും. അല്ലാണ്ട് നമ്മളീ പറഞ്ഞോ ഞാൻ നിന്നെ പ്രേമിക്കുന്നു ഗുരുവായൂരപ്പ, അങ്ങനെ ഒരു പാട്ട് എഴുതാൻ പറ്റുമോ? ആയതുകൊണ്ട് തന്നെ അസംബന്ധം എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ഐ ലവ് മുഹമ്മദിന് അസംബന്ധമാണ്. ഇനി അങ്ങനെ ഒരു പ്രവാചകനോടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ അത് വലിച്ചു വാരി ഇടല്ല വേണ്ടത്. എൻ്റെ അച്ഛൻ്റെ പേരും പറഞ്ഞ് എൻ്റെ അച്ഛനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് പറഞ്ഞ ഉടനെ തന്നെ പറയും നിൻ്റെ അച്ഛനെ നീ സ്നേഹിക്കേണ്ട, എൻ്റെ അച്ഛനെ ഞാനും സ്നേഹിക്കുന്നുണ്ട്. തമ്മിൽ എന്തായി മാറും? തമ്മിൽ അനാവശ്യമായിട്ടുള്ള ചൊറിച്ചിലും മാന്തലും അവിടെ സൃഷ്ടമാകുകയാണ്. 10,000 വട്ടം മനസ്സിൽ പറയാം. ആഹാരം കഴിക്കാനിരിക്കുമ്പോൾ, ആഹാരം കഴിഞ്ഞാൽ, കിടക്കാൻ പോകുമ്പോൾ, ഇടിയിക്കുന്ന സമയത്തൊക്കെയും പറയാം ഞാൻ അതാണ് പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാഹ്. അവിടെ ഓർക്കുന്നുണ്ടല്ലോ, അത് സ്നേഹത്തോടു കൂടി തന്നെയാണല്ലോ. അത് പിന്നെ കടലാസിൽ എഴുതി ഒട്ടിച്ച ആളുകളുടെ മുഖത്തേയും കൊണ്ട് അതിൻ്റെ ആവശ്യമുണ്ടോ? വീടിൻ്റെ മതിലിൻ്റെ പുറത്ത് ഇത് എഴുതി ഒട്ടിക്കുന്ന സമയത്ത് ആളുകൾ തുപ്പും. അവൻ ചെയ്യുന്നത് തെറ്റല്ല. വീടിനകത്ത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആരും വന്ന് തുപ്പും. അവിടെ പോലീസുണ്ട്, നിയമമുണ്ട്. ആയതുകൊണ്ട് പല കാര്യങ്ങളും എന്ത് ചെയ്യണം? അവനവനിലേക്ക് ചുരുക്കേണ്ടതുണ്ട്. ശരിയായിട്ടുള്ള പ്രാർത്ഥന എന്താണെന്ന് അറിയാമോ? Otherwise, the secret of the prayer. What is the secret of the prayer? You know? Secret prayer. അതാണ് സീക്രട്ട് ഓഫ് ദ പ്രയർ എന്ന് പറഞ്ഞാൽ പ്രയറിൻ്റെ രഹസ്യ പ്രാർത്ഥനയാണ്. നമ്മളൊരു ഭാഗത്ത് മാറിയിരുന്നു കൊണ്ട് അതിനാണ് നമ്മൾ മെഡിറ്റേഷൻ എന്ന് പറയുക, ധ്യാനം എന്നൊക്കെയും പറയുക. സാക്ഷാൽ നബി തിരുമേനി അദ്ദേഹത്തിന് കൂടുതൽ ഭാര്യമാരുണ്ട്. അവരിടയ്ക്കിടയ്ക്ക് കശപിച്ച് കൂടും. ഒരിക്കൽ നബി തിരുമേനി എന്ത് ചെയ്തു? സ്ഥലം വിട്ടുപോയി. പിന്നെ അവളോട് തോറ്റു എന്നും പറഞ്ഞിട്ട് അവസാനം കരച്ചിലും പിടിച്ചിട്ട് തിരിച്ചു വന്നു. 3 മാസം കഴിഞ്ഞ് തിരിച്ചു വന്നു. എന്തിനാ പോയത്? അദ്ദേഹത്തിന് ചില സമയങ്ങളും ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മെഡിറ്റേഷന് വേണ്ടി, ധ്യാനത്തിന് വേണ്ടിയിട്ട്. മനസ്സ് വിട്ടുപോകുന്നു തോന്നിയ സമയത്ത് അദ്ദേഹം ആ മനസ്സിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹം എവിടെയോ പോയി താമസിച്ച ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതിയിട്ട് പുറത്ത് ആൾക്കാർ കടന്നപ്പോൾ ആ പുതിയ ആചാരത്തിനെ കൗണ്ടർ അടിച്ചിരിക്കുകയാണ് ഹിന്ദു വിഭാഗങ്ങൾ. ഒരിടത്ത് തന്നെ അടുത്ത പ്ലക്കാർഡ് വന്നു. എന്താണ്? ഐ ലവ് മഹാദേവ, ഐ ലവ് റാം, ശംഭോ മഹാദേവ ശംഭോ എന്നതിന് പകരം ഞാൻ നിന്നെ പ്രേമിക്കുന്നു കൈലാസനാഥ, ഞാൻ നിന്നെ പ്രേമിക്കുന്നു ഗുരുവായൂരപ്പ. ശരിയോ ആണോ ഇത്? ഈ അവിവേകികളായിട്ടുള്ള ആളുകൾക്ക് ഇതെല്ലാം ശരിയാ, അവർക്കെല്ലാം ശരിയാ. നമ്മുടെ വീട്ടിനകത്ത് വളർത്തുന്ന പട്ടികളുണ്ട്. അവർ വഴികൂടെ ആൾക്കാർ മുമ്പ് കുരയ്ക്കില്ല. അൾസേഷനൊക്കെയാണ് സ്വഭാവമുണ്ട്. വെറുതെ ഒന്നും കുരയ്ക്കില്ല. വീടിനകത്ത് കയറി വന്നാൽ കയറി പിടിക്കും. അപ്പം ആയതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് എന്തൊരു നേട്ടമാണ് ഉണ്ടാകുന്നത് ആലോചിച്ചു നോക്കുക. ഐ ലവ് മുഹമ്മദ് എന്നും ഐ ലവ് മഹാദേവൻ എഴുതി അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കാണിച്ചിട്ട് എന്തൊരു നേട്ടം ഉണ്ടാകുന്നത്? നാശമല്ലേ അവർക്കുണ്ടാകുന്ന നേട്ടം? ക്രിയാത്മകമല്ലല്ലോ, സർഗാത്മകമല്ലല്ലോ. അപ്പം എവിടെയോ എന്തോ പിഴവ് സംഭവിച്ചിട്ടുണ്ട്, വലിയ പിഴവ്.
ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ മുളയിലെ നുള്ളിക്കളയുന്ന ആൾക്കാരുണ്ട്. താവോയിസമുണ്ട് ചൈനയിൽ, ഇസ്ലാമുണ്ട് ചൈനയിൽ, ക്രിസ്ത്യാനിറ്റി ഉണ്ട് ചൈനയിൽ, കൺഫ്യൂഷനിസം ഉണ്ട് ചൈനയിൽ, ബുദ്ധിസമുണ്ട് ചൈനയിൽ. അവിടെയൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളില്ലല്ലോ. അതെല്ലാം കൺട്രോൾഡാണ് അതെല്ലാം. പക്ഷെ ഇവിടെ ഇങ്ങനെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഇതുകൾ പ്ലക്കാർഡും പിടിച്ചിട്ട് എൻ്റെ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു നിന്റെ എന്നും പറഞ്ഞ് നടക്കുന്ന സമയത്ത് ആ 2 പ്ലക്കാർഡ് വലിച്ച് ഓടിച്ച് വല്ല തീയിലിട്ട് കത്തിക്കുകയല്ലേ വേണ്ടത്? അതിന് പകരം എന്താ ചെയ്യുന്നത്? കത്തിക്കുന്നു. എന്ത് കത്തിക്കുന്നു? ഇവരെ തമ്മിലുള്ള പ്രശ്നത്തെ കത്തിച്ചുയർത്തുന്നു. അതല്ലേ ഗവൺമെന്റ് ചെയ്യുന്നത്? മുളയിൽ നുള്ളിക്കളയാതെ ഇതങ്ങനെ നടക്കട്ടെ. ഇങ്ങനെയൊക്കെ ആകുമ്പോഴല്ലേ പ്രശ്നം ഉണ്ടാകുമ്പോഴല്ലേ പ്രശ്നപരിഹാരത്തിന് ഞങ്ങളിവിടെ ഉണ്ടാകുന്ന പ്രസക്തി ഉണ്ടാകുന്നത്. പോലീസ് ഇടപെട്ടിട്ടുണ്ട് എല്ലായിടത്തും. മതപരമായിട്ടുള്ള ഘോഷയാത്രകളിൽ പുതിയ ആചാരങ്ങൾ അവതരിപ്പിക്കുന്നത് സർക്കാർ നിയമങ്ങൾക്ക് വിലക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവിടുത്തെ കമ്മീഷണർ, ഡിസ്ട്രിക്ട് കമ്മീഷണർ ഓഫ് പോലീസ് ദിനേശ് ത്രിപാഠി ഇടപെട്ടിട്ടുള്ളത്. വലിയ കാര്യമാണത്. ഇങ്ങനെ പുതിയത് കൊണ്ടുവരികയാണ്. ഇവിടെ ഇപ്പം ഈ പൊങ്കാല എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് തമിഴ്നാട്ടുകാർ ചെയ്തിരുന്നതാണ്. അവർക്ക് എന്തെങ്കിലും പുതുതായിട്ട് വിളവ് കിട്ടുമ്പോൾ ആ വിളവ് കൃത്യമായിട്ട് മഴ പെയ്യിച്ചു, കൃത്യമായിട്ട് മഴയില്ലാത്ത സാഹചര്യം, അങ്ങനെ ഒരു വിളവ് നല്ല രീതിയിലുണ്ടായി. അപ്പം എന്ത് ചെയ്യുന്നു? ഈശ്വര നീ കാരണം കൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ വിളവുണ്ടായി എന്ന് പറഞ്ഞിട്ട് അതിന് കുറച്ച് ഈശ്വരന് കൊടുക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരേക്കും ആ കൾട്ടാണല്ലോ, തമിഴ് കൾട്ടാണല്ലോ. ഇപ്പം അതല്ല, അതൊരു ബിസിനസ്സാണ്. അമ്പലക്കാരെന്താ പറയണത് അറിയോ? നമുക്കേ പൊങ്കാല നടത്താം, അപ്പോൾ കുറച്ച് കൂടുതൽ പൈസ കിട്ടും. അതാണ് പുതിയ പുതിയ ആചാരങ്ങൾ എന്ന് പറയുന്നത്. അത് സർക്കാർ വിലക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഉള്ള ആചാരങ്ങളെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. ഇവിടെ പരമ്പരാഗതമായിട്ടുള്ള പന്തൽ മാറ്റി പുതിയ പന്തലും ബാനറും സ്ഥാപിച്ച സമയത്ത് പോലീസ് ആ പന്തൽ, അതുപോലെ തന്നെ ബോർഡ്, അതെല്ലാം തന്നെ അവരെടുത്ത് മാറ്റി. ഉടനെ തന്നെ അവർ വന്നിട്ട് അത് വീണ്ടും അവിടെ പുനഃസ്ഥാപിച്ചു. ബാനറിൻ്റെ പേരിൽ പ്രത്യേകിച്ച് FIR ഫയൽ ചെയ്തിട്ടില്ലെന്ന് ത്രിപാഠി വ്യക്തമാക്കി. കാരണം സാവധാന ഭേദദണ്ഡങ്ങളുണ്ടല്ലോ, നിങ്ങളത് ചെയ്യരുത്. നിങ്ങളുടെ ആളുകളെ കൊലയ്ക്ക് കൊടുക്കരുത്, രാഷ്ട്രത്തെ കൊലയ്ക്ക് കൊടുക്കരുത്, ഇതൊക്കെയും പറയും. അതിനുശേഷമാണ് സാവധാനം, പിന്നെ ഭേദം, പിന്നെയാണ് ദണ്ഡം. അത് പിന്നെയാണ് വരിക. ഏതായാലും കാര്യങ്ങൾ ഇപ്പം എവിടെ എത്തി നിൽക്കുന്നു അറിയില്ല. സാമത്തിലാണോ ദാനത്തിലാണോ എന്നറിയില്ല. പോലീസിന് മധ്യസ്ഥത ഉണ്ടായിട്ടും ഇരുവിഭാഗം പരസ്പരം പോസ്റ്ററുകൾ കീറിയെന്ന ആരോപണം. അതാ ഏറ്റവും രസം. എൻ്റെ പോസ്റ്റർ ഞാൻ ഉയർത്തി കാണിക്കുന്നു, അവൻ്റെ പോസ്റ്റർ അവൻ ഉയർത്തി കാണിക്കുന്നു. ഓക്കെ, ഇനി അതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ്, അവൻ്റെ പോസ്റ്റർ ഞാൻ കീറുന്നു, എൻ്റെ പോസ്റ്റർ അവൻ കീറുന്നു. അഥവാ എൻ്റെ പോസ്റ്റർ അവൻ കീറിയപ്പോൾ അവൻ്റെ പോസ്റ്റർ ഞാൻ കീറി. അപ്പം ഇവൻ പറയും ഞാനല്ല കീറിയത്, അവനാണ് ആദ്യം കീറിയത്, അതുകൊണ്ടാണ് ഞാൻ കീറിയത്. അവിടേക്ക് എത്തി കാര്യങ്ങൾ. ഇവരൊക്കെയും അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കഴിഞ്ഞ ഉടനെയുള്ള അവസ്ഥയാണത്. കാരണം അവന് വിവേകമില്ല, കാര്യങ്ങൾ മുഴുവൻ വ്യക്തമായിട്ടില്ല, ബുദ്ധി പരിപൂർണമായിട്ട് വികസിച്ചിട്ടില്ല. അവൻ കിടന്നോടത്ത് കിടന്ന് മൂത്രമൊഴിക്കും, അവൻ കിടന്നോടത്ത് കിടന്ന് വിസർജിക്കും, ചിലപ്പോൾ അതിൽ കിടന്ന് കളിക്കും. അവനറിയില്ല അത് കളിക്കാനുള്ള. വഴിക്കോട്ടെ പാമ്പിനെ പോണ കണ്ടു കഴിഞ്ഞാൽ 1.5 വയസ്സാൻ എന്താ ചെയ്യുക? അത് കയറി പിടിക്കും. നല്ല ഭംഗിയല്ലേ പാമ്പിനെ കാണാൻ? അതാണ് പാമ്പിനെ പിടിച്ചൊരു കടി, ആ പാമ്പ് ചത്തു. അത് വാർത്ത വന്നതാണ്. അതുപോലെ അവിവേകികളായിട്ടുള്ളൊരു കൂട്ടം ആൾക്കാരാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, മുസ്ലിങ്ങൾ ഹിന്ദുക്കളും അല്ല. ചില മുസ്ലിങ്ങളും ചില ഹിന്ദുക്കളാണ് ഇതിൻ്റെ പുറകിൽ. സെപ്റ്റംബർ 9 കാൺപൂർ പോലീസ് ബറാ വഫാത്ത് ഘോഷയാത്രക്കിടയിൽ പുതിയ ആചാരം അവതരിപ്പിച്ചു. സാമുദായിക സൗഹാർദ്ദം തകർക്കുകയും ചെയ്തെന്ന് ആരോപിച്ചിട്ടാണ് അന്ന് ആദ്യം കേസെടുത്തത്. 24 പേർക്കെതിരെ, 9 പേർക്കെതിരെ പേരെടുത്ത് പറഞ്ഞ് 15 പേർക്കെതിരെ കണ്ടാലറിയാവുന്നതിലെന്നും പറഞ്ഞ് അങ്ങനെ കേസെടുത്തു. പ്രശ്നം വലിയ വർഷം. അപ്പം എല്ലാവരും അറിഞ്ഞു. അത് അവരെന്താ പറയുന്നത്? ഞങ്ങളുടെ മുന്നേറ്റത്തെ, ഞങ്ങളുടെ മതത്തെ തകർക്കാൻ പോലീസ്, ഇതാണ് അടുത്ത പരിപാടി. എന്നാൽ ഞങ്ങൾ നടത്തും. പരമ്പരാഗത പന്തൽ മാറ്റി പുതിയ സ്ഥലത്ത് ബാനർ സ്ഥാപിച്ചതിനെ തുടർന്നാണ് അന്ന് കേസെടുത്തത്. സെപ്റ്റംബർ 15 ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്നത് ഒരു കുറ്റമല്ലെന്ന് അസ്റുദ്ദീൻ ഒവൈസി അദ്ദേഹം പോസ്റ്റ് ചെയ്തതോടെ വിവാദ രാജ്യത്തിൽ ശ്രദ്ധ തേടി. തെറ്റാണോ? ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ തെറ്റാണോ? തെറ്റല്ല.
പക്ഷെ എങ്ങനെയാ തെറ്റാവുന്നത്? ആ ബാനർ ഉയർത്തിപ്പിടിച്ച് റോട്ടിൽ കൂടെ ഇറങ്ങുന്ന സമയത്താണ് തെറ്റാവുന്നത്. അപ്പോഴും തെറ്റെന്ന് പറയാൻ പറ്റില്ല. ഉടനെ അപ്പുറത്ത് വേറെ ആൾക്കാരുണ്ട്, അവരിപ്പുറത്ത് വേറെ ബാനറും പിടിച്ചിട്ട് വരുന്നു, എന്നിട്ട് ഒന്നും തൊള്ളുമെന്നോ അപ്പോൾ തെറ്റായി മാറി. അത് ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തെറ്റിലേക്കാണ് ചെന്ന് ഊർന്ന് വീഴുക. അപ്പോൾ എടുത്തു പറയുമ്പോൾ എന്താ, ഞങ്ങളെന്താ തെറ്റ് ചെയ്തേ? ഞങ്ങളുടെ ആചാര്യനെ സ്നേഹിക്കുന്നു പറഞ്ഞത് തെറ്റാണോ? അത് തെറ്റല്ല. ആരോ പറഞ്ഞ പോലെ പള്ളിവിളപ്പിൽ നിന്നൊരു കയറെടുത്ത് കൊണ്ടുവന്നതിന് ആ പയ്യനെ പിടിച്ച് തലയമ്പ് രണ്ട് വെച്ചു കൊടുത്തു അച്ഛൻ, പള്ളിയിലെ അച്ഛൻ. ആൾക്കാരോടെ കൂടി. പയ്യനെന്താ പറഞ്ഞേ? എൻ്റെ തലയമ്മ കിഴുക്കി, അച്ഛൻ കിഴുക്കി. എന്തിനാ കിഴുക്കി? ഒരു കഷ്ണം കയറെടുത്തതിന്. ചെന്ന് നോക്കിയപ്പോൾ സേന്തി എന്താ? അച്ഛൻ പറഞ്ഞു ആ കയറിൻ്റെ അറ്റത്ത് നോക്കാൻ പറഞ്ഞു, നല്ലൊരു ജേഴ്സി പശുവുണ്ട്. ഇതുപോലെ തന്നെ ഇന്ത്യൻ നിയമപ്രകാരം മൂത്രം ഒഴിക്കുന്നത് തെറ്റല്ല. നിങ്ങളെവിടെയെങ്കിലും മറ്റേ എയർപോർട്ടിലോ അതല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോ പരസ്യമായിട്ട് ഇങ്ങനെ കോലും പിടിച്ചിട്ട് നിങ്ങളവിടെ പമ്പ് ചെയ്ത് നോക്ക്, പോലീസ് പിടിക്കും. അപ്പം നിങ്ങൾ പറയാ, ദേ കണ്ടോ, ഞാൻ മൂത്രമൊഴിക്കുക മാത്രമേ ചെയ്തുള്ളൂ, അതിനാണ് എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന്. എല്ലാത്തിനും ചില സമയവും കാരണങ്ങളൊക്കെ ഉണ്ട്. ആയതുകൊണ്ട് തന്നെ അസ്രദ് നവാസി പറഞ്ഞത് ശരിയല്ല. അങ്ങനെ ഒന്ന് ഒരച്ചു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതോടെ ഈ വിവാദം ലോകശ്രദ്ധ നേടി. അതേ പോലീസിൻ്റെ നടപടി വിമർശിച്ചു. കാൺപൂർ പോലീസിനെ ടാഗ് ചെയ്യുകയും ചെയ്ത് അതോടുകൂടി വലിയ ചർച്ചയ്ക്കിടയായി. ബാനറിൻ്റെ പേരിൽ കേസ് എടുത്തിട്ടില്ലെന്ന് കാൺപൂർ പോലീസ് അറിയിച്ചു. പകരം ഇത് പുതിയ സ്ഥലത്ത് സ്ഥാപിക്കുക, മറ്റൊരു വിഭാഗത്തിൻ്റെ പോസ്റ്റർ നശിപ്പിക്കുകയും ചെയ്തതായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ പേരിലാണ് കേസ് രജിസ്റ്റർ ചെയ്തതെന്ന് പറഞ്ഞു. തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നിരന്തരം ഇപ്പോൾ അഭ്യർത്ഥന വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും പ്രതിഷേധം പതുക്കെ പതുക്കെ മറ്റുള്ള ജില്ലകളിലേക്കും മറ്റുള്ള സംസ്ഥാനങ്ങളിലും വ്യാപിച്ചിട്ടുണ്ട്. കാൺപൂരിന് പിന്നാലെ ഉന്നാവോയിലെ യുവാക്കൾ ഐ ലവ് മുഹമ്മദ് ബാനറുകളുമായിട്ട് ഘോഷയാത്രകൾ സംഘടിപ്പിച്ചു. മതപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചു. പോലീസിനെതിരെ കല്ലേറുണ്ടായി. സംഘർഷങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നിരവധി വാഹനങ്ങൾ പിടിച്ചു. ഒരുപാട് പേർക്ക് കേസെടുത്തു. 64 പേർക്ക് കേസെടുത്തു. പല സ്ഥലങ്ങളിലും, മൊത്തത്തിലല്ല, ഈ ഉന്നാവോയിലും 64 പേര്. അതിന് മുമ്പുണ്ടായ സ്ഥലത്ത് അവിടെയും അറസ്റ്റ്. ഏതായാലും ഹിന്ദു വിഭാഗങ്ങൾക്കിടയിൽ വലിയ രോഷത്തിന് കാരണമായി. പോലീസ് പ്രായപൂർത്തിയാകാത്തവരുൾപ്പെടെ നിരവധി പേരെ കസ്റ്റഡിയിലെടുത്തു. അവരുടെ ഭാഗത്തുനിന്ന് ഉടനെ തന്നെ എന്തുണ്ടായി? അവരും ബാനർ ഉയർത്തി. ഐ ലവ് മുഹമ്മദ് എന്നതിന് പകരം അവർ ഐ ലവ് റാം, ഐ ലവ് മഹാദേവ എന്നിട്ട് ബാനർ ഉയർത്തി. ഇത് ഇതിനെന്തിനു പറഞ്ഞവരും ഞങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ തടഞ്ഞു എന്നാണ് ഉടനെ തന്നെ അതിനെക്കുറിച്ച് പറയാം. എന്തായാലും കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. ഈ പോക്ക് ശരിയല്ല. ഇത് വലിയ അപകടത്തിലുള്ള പോക്കാണ്. ഇതിന് മുമ്പിൽ നിന്ന് നയിക്കുന്ന ഒവൈസിയെപ്പോലുള്ള ആളുകൾ വലിയൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അവിടെ തീക്കുണ്ടമായിട്ട് കലാപഭൂമി, അവിടെ തീ പടരുമ്പോൾ അവരൊക്കെ എന്ത് ചെയ്യും? അവരുടെ വീട്ടിലേക്ക് പോകും. ആരാണ് അതിൽ ബലിയാടുകളാകുന്നത്? ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഏതായാലും ഈ ഒരു കാര്യം എവിടെയാണ് നടക്കുന്നപ്പോൾ? ഉത്തരേന്ത്യയിൽ. ഇതിൽ നമ്മളെന്തിനാ ബേജാറാകുന്നത്? നമ്മളെന്തിനാ വിഷമിക്കുന്നത്? ആയതുകൊണ്ട് സ്വാമി അവിടെ നടക്കട്ടെന്നേ. നമുക്കിപ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ പ്രശ്നമുണ്ട്. കാരണം പണ്ടത്തെ കേരളമല്ല ഇത്. വടക്കൊരു കാറ്റ് ഊതിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് അത് കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതിന് എത്ര തടസ്സം നിന്നിട്ടും കാര്യമില്ല. കേരളത്തിലും ഇങ്ങനൊരു ബാനർ ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഉയരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന, അതൊക്കെ ഇളിഞ്ഞ പരിപാടിയായിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കരൂര് അപകടം ഉണ്ടായ സമയത്ത് 2 കങ്കാളങ്ങൾ മമ്മൂട്ടി മോഹൻലാൽ പറഞ്ഞു ഞങ്ങളുടെ ദുഃഖം രേഖപ്പെടുത്തും. എന്താ അവരൊരു കരയാണ് അവിടെ ഇരുന്നിട്ട്. TV എല്ലാം ഓഫ് ചെയ്ത്. നമ്മുടെ വീട്ടിൽ എൻ്റെ അച്ഛൻ മരിച്ചു അല്ലെങ്കിൽ നിങ്ങളുടെ വാപ്പ മരിച്ചാൽ നിങ്ങളവിടെ പിറ്റേ ദിവസം വാപ്പ മരിച്ചു, ഭയങ്കര സങ്കടം, ഞാൻ പോയിട്ട് സിനിമ കാണട്ടെ എന്ന് പറയൂ. ഇതൊക്കെ വെറും വർത്തമാനം. കരൂരിൽ ആശുപത്രിയിൽ എടുക്കുന്ന ആളുകളെ അസുഖം ഭേദമാകട്ടെ, ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പം ആയതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന
കലാപത്തിനുള്ള എല്ലാ പരിപാടികളുടെയും അതിന് അനുരണനം കേരളത്തിലേക്ക് വരാതിരിക്കട്ടെ ദൈവമേ. ഇവിടെ പ്രശ്നം ഉണ്ടാകാതിരിക്കട്ടെ ദൈവമെന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ തയ്യാറില്ല. വരണ പോലെ അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ വരാതിരിക്കൂ. ഇന്നത്തെ സാഹചര്യത്തിൽ ഉത്തരേന്ത്യയിൽ ഒരു പടകം പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അലയൊലികൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഇവിടെയും കേൾക്കാം. ആയതുകൊണ്ട് തന്നെ ഇപ്പോഴേ ഞാൻ പറയുകയാണ്, എൻ്റെ ആഗ്രഹമല്ല പറയുന്നത്, ഞാനായിട്ട് ആശിക്കുന്നുമില്ല, പക്ഷെ ഒരു യാഥാർത്ഥ്യം പറയുകയാണ്. ഈ ബാനർ ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതിയ പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും ഒരു ജാഥ നടന്നാൽ അതിശയിക്കേണ്ടതില്ല. ആ ജാഥയെ പോലീസുകാർ തടഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും എല്ലായിടത്തും ഇതേപോലത്തെ ജാഥ നടക്കും. അതോടൊപ്പം തന്നെ അടുത്ത കൂട്ടം ആൾക്കാരും വരുന്നു, ഐ ലവ് റാം, ഐ ലവ് മഹാദേവ എന്നും പറഞ്ഞ്. അതും ഇവിടെ സംഭവിക്കാനുള്ള സാധ്യത നമുക്ക് പരിപൂർണമായിട്ട് തള്ളിക്കളയാൻ കഴിയില്ല കേട്ടോ. നമസ്കാരം.